തുർക്കി വിമാനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്കും തുർക്കിയിൽ നിന്നുള്ള വിമാനങ്ങൾ സർവീസ് നടത്തില്ലേ? അത് അത്ര സുഖകരമായിരിക്കുമോ? അങ്ങനെയല്ല, സിനു പറഞ്ഞതിന് പിടിച്ചത് ഇന്ത്യയിൽ വെച്ചാണ്. തുർക്കിയിൽ നിന്ന് വന്ന വിമാനങ്ങളിൽ, കാർഗോ വിമാനങ്ങളിൽ, പാസഞ്ചർ വിമാനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടപടി തുടങ്ങി. 4 വിമാനത്താവളങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയ തുർക്കിയുടെ കാർഗോ വിമാനങ്ങളിൽ നിന്നും, യാത്രാ വിമാനങ്ങളിൽ നിന്നും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചു. ഇത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻസ്പെക്ഷൻ തുടങ്ങി. സേഫ്റ്റി ഓവർസൈറ്റ് ആൻഡ് റാപ്പ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. തുർക്കിയുടെ വിമാനങ്ങൾക്ക് മിക്കവാറും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചറിയാമല്ലോ, തുർക്കി നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാടെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ചു. അതുകൂടാതെ കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെയാണ്, പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്നാണ് എർഗോദൻ്റെ നിലപാട്. ഇങ്ങനെ ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുക്കുന്നതിൻ്റെ പേരിൽ തുർക്കിയുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ വിച്ഛേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തുർക്കിയിലേക്ക് ഒരുപാട് ആളുകൾ വിദേശ വിനോദസഞ്ചാരികളായിട്ട് പോകുന്നുണ്ട്. അവിടെ കല്യാണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. വലിയ തോതിൽ ഏതാണ്ട് $2.9 മില്യൺ ബിസിനസ്സൊക്കെയാണ് ഓരോ വർഷവും തുർക്കിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സഹായം കൊണ്ട് അന്നം ഭുജിക്കുകയും ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കിയും അസർബൈജാനും. അതുകൊണ്ട് നമ്മുടെ യാത്രാവിലക്കൊക്കെ ഇവിടുത്തെ ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ടൂർ ഓപ്പറേറ്റർമാരൊക്കെ തുർക്കിയിലേക്കുള്ള യാത്രകളൊക്കെ ക്യാൻസൽ ചെയ്യുകയാണ്. ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. നമ്മൾ തുർക്കിയുടെ ആപ്പിളിന് വിലക്ക് ഏർപ്പെടുത്തി. സിനുവല്ലേ ഇതിൻ്റെ വാർത്ത ചെയ്തത്? അങ്ങനെ നമ്മൾ ഒരുപാട് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയുടെ വിമാന സർവീസിൽ നമ്മൾ വിലക്കൊന്നും ഏർപ്പെടുത്തില്ല. ടർക്കിഷ് എയർലൈൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തുർക്കി വിമാനങ്ങൾ പരിശോധിച്ചപ്പോൾ കാർഗോയിൽ സ്ഫോടക വസ്തുക്കൾ, ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാം നമ്മുടെ നാട്ടിലുള്ള വിവിധ ഏജൻസികൾക്ക്, ഇപ്പം ക്വാറികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരാം. ഇത് എന്തിനു വന്നിട്ടും ഇത് അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. വളരെ ചെറിയ തോതിലെ വാർത്ത പുറത്തു വന്നിട്ടുള്ളൂ. ആ പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, ആധികാരികമായി പറയുകയാണ്. അപ്പോൾ അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് കണ്ടെത്തിയപ്പോൾ ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മുൻകൂട്ടി അറിയിക്കണം, ഞങ്ങളുടെ വിമാനത്തിൽ ഇത്ര ക്വാണ്ടിറ്റി ഇന്ന സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് നേരത്തെ അറിയിക്കണം. 2, അതിന് പെർമിഷൻ ചോദിക്കുകയും വേണം. ഞങ്ങളിത് കൊണ്ടുവരുന്നു, ഇന്ന ഫ്ലൈറ്റ് നമ്പർ സോ ആൻഡ് സോയിൽ ഞങ്ങൾ ഇത്ര കിലോ ഇന്ന സാധനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അതിന് എയർപോർട്ടിൽ ക്ലിയറൻസ് ഉണ്ടോ എന്ന് നമ്മുടെ സുരക്ഷാ പരിശോധനകൾ തേടുകയും വേണം. ഇത് 2ഉം ചെയ്യാതെ നമ്മുടെ നാട്ടിലെ 4 എയർപോർട്ടുകളിൽ വന്ന തുർക്കി വിമാനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് അതിഭീകരമായ അവസ്ഥയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, സ്ഫോടക വസ്തുവാണ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യാത്രാ വിമാനത്തിൻ്റെ കാർഗോയിൽ കൊണ്ടുവന്നത് ആലോചിക്കണം. ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിമാനം മുഴുവൻ തകർന്നു. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വിമാനമാകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഇന്ത്യക്കാരുണ്ടാവാം. ഇനി ഇന്ത്യക്കാരല്ല തുർക്കിക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മനുഷ്യരല്ലേ ഉണ്ടാവുന്നത്, അപകടം ഉണ്ടാവാം. പിന്നെ അറിയിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരം കാർഗോകൾ അറിയിക്കാതെ കൊണ്ടുവരുന്നത്? അറിയിച്ചിട്ട് കൊണ്ടുവരണ്ടേ? അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആർക്കാണ്, എന്തിനാണ് തുടങ്ങിയുള്ള പരിശോധനകൾ നടത്തുന്നു. അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, ആർമി, മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു വലിയ തോതിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന നിലപാട് എടുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. കാരണം അവർക്ക് വേണ്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ പ്രദേശമാകെ ഖിലാഫത്ത് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, തുർക്കിയിലെ ഖലീഫയെ അട്ടിമറിച്ചതിനെതിരെയാണ് ഖിലാഫത്ത് ആരംഭിച്ചത്. ആ ഖിലാഫത്തിൻ്റെ പേരിൽ, അതായത് ബ്രിട്ടീഷുകാർ തുർക്കിയിലെ ഖലീഫയെ അധികാരത്തിൽ നിന്ന് കളഞ്ഞു എന്നതിൻ്റെ പേരിൽ ഗാന്ധി പ്രഖ്യാപിച്ച തെറ്റായ സമരമാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്തിൻ്റെ പേരിൽ നമ്മുടെ മലപ്പുറത്ത് 1921 കലാപം തുടങ്ങുകയും തുർക്കിയിലെ ഖലീഫയെ തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു മലബാറിൽ. അപ്പോൾ ഖിലാഫത്ത്
തുർക്കി ഈ ബന്ധം വളരെ പ്രകടമാണ്. ഇപ്പോഴും ചിലർ പറയുന്നത് എന്താ 921 കത്തി വാളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടിക്ക്? തുർക്കിക്ക് വേണ്ടി. അപ്പോൾ ഇത് മാത്രമല്ല, തുർക്കിയിലെ എർദോഗൻ്റെ മകളാണ് ഇന്ത്യയിലെ കുറേ വിമാനത്താവളങ്ങളിലെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഏജൻസി നടത്തിയിരുന്നത്. അതെ, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷമാണ് തുർക്കിയെ നമ്മൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ വിമാനത്തിൽ കാർഗോ വിമാനത്തിലും പാസഞ്ചർ വിമാനത്തിലും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് കണ്ടെത്തിയിരിക്കുന്നത്. അതിനു മുമ്പും ഈ വിമാനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അതെ, നമ്മളത്ര ഗൗരവമായി പരിശോധിച്ച് നോക്കിയിട്ടില്ല. നമ്മുടെ തുർക്കി എന്ന് പറഞ്ഞ രാജ്യം ഏൽപ്പിച്ചതാണല്ലോ. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് പോകുന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. അങ്ങനെ നമ്മൾ തുർക്കിയെ സഹായിക്കുന്നു. കേരളത്തിൽ നിന്നാണ് പിണറായി വിജയനാണ് 10 കോടി രൂപ കൊടുക്കുന്നു. അങ്ങനെ തുർക്കി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ രോമാഞ്ചം കൊള്ളുന്നൊരു രാജ്യമായിരുന്നു. പിന്നെ അവർക്ക് ഇസ്ലാമിക് അജണ്ട ഉണ്ടെങ്കിൽ പോലും എർദോഗൻ അത്ര ഇന്ത്യ അനുകൂലി അല്ലെങ്കിൽ പോലും നമ്മുടെ ഒരുപാട് ദൂരെയല്ലാത്തൊരു രാജ്യം എന്ന തരത്തിൽ നമ്മളൊരു അത്യാവശ്യം സൗഹൃദമൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് തുർക്കി. അപ്പോൾ എർദോഗൻ്റെ മകൾക്ക് അങ്ങനെയാണ് അന്താരാഷ്ട്ര തരത്തിൽ ഉള്ള ഒരു ലേലം വിളിച്ചാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ എയർപോർട്ടിലെ ലഗേജ് ഹാൻഡിൽ ചെയ്യുന്ന കരാറ് എർദോഗൻ്റെ മകൾക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് അത് വർഷങ്ങളായിട്ട് കരാറുണ്ടായിരുന്നു. കാരണം ഇൻ്റർനാഷണൽ കോട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളാണ് ലോകത്തെമ്പാടും എയർപോർട്ട് കാർഗോ സർവീസുകൾ നടത്തുന്നത്. അങ്ങനെ തുർക്കിയിലെ പ്രസിഡന്റിൻ്റെ മകൾക്ക് ഈ കരാർ കിട്ടിയിരുന്നു. ആ സമയത്ത് വിമാനങ്ങൾ വന്നിട്ടുണ്ടാകാം. കാർഗോ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവരത് പരിശോധനകൾ കൂടാതെ കണ്ടെത്താതെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവാമോ? ഉണ്ടെങ്കിൽ അത് എവിടെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ വലിയൊരു സുരക്ഷാ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ യാത്രാ വിമാനത്തിലും കാർഗോ വിമാനത്തിലും വന്നത് പിടിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഇനി തുടർന്ന് നടക്കാൻ പോവാണ്. ഏതായാലും നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിവായി വന്നിട്ടുണ്ട്. നമുക്ക് കാഴ്ച ഉണ്ടെങ്കിലും നമ്മൾ കാണാതിരുന്ന പല ചിത്രങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരിക. നമ്മൾ ഈ നഗരത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പകൽ നമ്മൾ നടന്നു പോകണം, രാത്രി നടന്നു പോകണം, ഒരേ സ്ഥലത്തൂടെ നടന്നു പോകണം. പകൽ കാണാത്ത പല കാഴ്ചകൾ രാത്രി കാണാൻ കഴിയും. ശരിയല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ തരത്തിൽ മോശം കാഴ്ചകളൊന്നുമല്ല. അതായത് സൈൻ ബോർഡ്സ് പകൽ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ കാണാത്ത ഒരുപാട് സ്ഥാപനങ്ങളുടെ പേരുകൾ രാത്രിയിൽ ശ്രദ്ധയപ്പെടും. അങ്ങനെ അറിയാമോ? സൈൻ ബോർഡുകൾ കത്തി നിൽക്കും. പകൽ പോകുമ്പോൾ എല്ലായിടത്തും ബോർഡുകളാണ്, നോട്ടീസ് ചെയ്യപ്പെടത്തില്ല. രാത്രിയിലാണ് വിസിബിലിറ്റി കൂടുന്നത്. ഇരുട്ട് വരുമ്പോൾ, ഒരു അന്ധകാരം വരുമ്പോൾ കാഴ്ച കുറയുകയാണ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ച ഒരു അന്ധകാരമായിരുന്നു. ആ അന്ധകാരത്തിന് ശേഷം നമ്മുടെ കണ്ണുകൾ വല്ലാതെ വൈഡായിട്ട് തുറക്കപ്പെട്ടു. നമ്മൾ ഒരുപാട് കാണാൻ കാഴ്ചകൾ കാണുകയാണ്. നമ്മുടെ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെക്കുറിച്ച്, റോഹിംഗ്യൻസിനെക്കുറിച്ച് കാലങ്ങളായി അറിയാമായിരുന്നെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടി ആരംഭിക്കുന്നു. നമ്മുടെ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാർ പാകിസ്ഥാനിലെ മുസ്ലിം പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. 5 ലക്ഷം പേര് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അവർ പൗരത്വമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്നു. അവർക്ക് ഇന്ത്യയിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അവരുടെ മക്കൾ ഇന്ത്യൻ പൗരന്മാരാവുന്നു. അമ്മ പാകിസ്ഥാനി, അച്ഛൻ ഇന്ത്യക്കാരനാണെന്ന് ഭാവിക്കുന്ന പാകിസ്ഥാനി. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കെട്ടാൻ പെണ്ണില്ലാത്തതുകൊണ്ടല്ലോ ഇന്ത്യൻ മുസ്ലിം ചെറുപ്പക്കാരൻ പാകിസ്ഥാനി പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിശ്ചയിക്കുന്നത്. കാരണം അവൻ്റെ കൂറ് അവിടെ ആയതുകൊണ്ടാണ്. അപ്പോൾ അമ്മ 100% പാകിസ്ഥാനി, അച്ഛൻ മനസ്സുകൊണ്ട് പാകിസ്ഥാനി. അവർ കല്യാണം കഴിച്ച് ഇവിടെ വരുന്നു, വിസയില്ലാതെ ഇവിടെ താമസിച്ചിട്ടുണ്ടാകുന്ന കൊച്ച് ഇന്ത്യക്കാരൻ. അതായത് ഇന്ത്യക്കകത്ത് പാകിസ്ഥാനെ വളർത്തുകയാണ്. 5 ലക്ഷം കുടുംബങ്ങളെന്ന് പറയുമ്പോൾ എത്ര ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെന്ന് കുട്ടിക്ക്. അപ്പോൾ ഈ 5 ലക്ഷം × 3 15 ലക്ഷം പാകിസ്ഥാനി കുഞ്ഞുങ്ങൾ ഇന്ത്യ ജനിക്കാൻ പോവുക, ഇന്ത്യൻ പൗരത്വത്തോടുകൂടി. ഇത് നമ്മൾ അറിയുന്നില്ല. എന്തൊരു CRPFലെ ഒരു ജവാൻ പോലും കാശ്മീരിൽ പാകിസ്ഥാനിയെ കല്യാണം കഴിച്ച് വിസ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ തുടരുന്നു എന്നുള്ളത് CRPF തിരിച്ചറിഞ്ഞ് പുറത്താക്കുന്നത്, പിരിച്ചുവിടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത്. എർദോഗൻ്റെ മകളുടെ
കമ്പനി എയർപോർട്ടിലെ കാർഗോ കൈകാര്യം ചെയ്യുന്നതിലെ അപകടം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ എർദോഗൻ്റെ തുർക്കി എന്ന് പറയുന്ന സാമ്രാജ്യം എപ്പോഴും ഈ മുസ്ലിം രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യമില്ലാതല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ കൊണ്ട് ഡ്രോണുകൾ കൊടുക്കുന്നു, വലിയ സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? അപ്പോൾ അവിടെ എന്തോ ഒരു ചേരി വളർത്താൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, മതം. ഈ പാകിസ്ഥാനും പറഞ്ഞത് തന്നെയല്ലേ, മതത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ? എല്ലാം വളരെ സിമ്പിളി ആലോചിക്കും. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നൊക്കെ പറയും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണോ? അല്ല. ഇത് ഹിന്ദു മതത്തിനെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ ജിഹാദാണ്. അതായിരുന്നു ശരിക്കും നടന്നത്. പറഞ്ഞു വന്നപ്പോൾ എക്കാലവും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ 80% ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ രാജ്യത്തോട് തൊട്ടപ്പുറത്ത് മതത്തിൻ്റെ പേരിൽ വിഭജനം വാങ്ങിച്ചു പോയ പാകിസ്ഥാനികൾക്കുള്ള അസൂയ, അസഹിഷ്ണുത, കാഫറുകളെ കൊല്ലണമെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം. ഇത് പറയാൻ ആളുകൾക്ക് ഭയമാണെന്നേ. അതുകൊണ്ടാണ് അവർ നേരിട്ട് വന്നിട്ട് പരസ്യമായി പറയുന്നത്, നീ ഏതാ, നിൻ്റെ പേരെന്താ, നിൻ്റെ മതം എന്താ, കലീമ ചൊല്ലാമോ എന്ന് ചോദിക്കുന്നു. ചൊല്ലാൻ അറിയാത്തന്നെ വെടിച്ചു കൊല്ലുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ പരസ്യമായിട്ട് പറയും. ഇന്ത്യക്കാരും ഇത് മനസ്സിലായാലും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുകയാണ്. നമ്മൾ ഒളിച്ചു വെക്കുക. നമ്മൾ ഒളിച്ചു വെക്കുക. നമ്മൾ അയ്യോ മതം ചോദിച്ചു കൊന്നു എന്നുള്ളത് പറയരുതേ. ആദ്യത്തെ 2 ദിവസം അല്ലായിരുന്നു നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ മതം ചോദിച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ 2 ദിവസം മടിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളാണ്. മറ്റേ ഒരു വലിയ കൊമ്പത്തെ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, മാധ്യമ പ്രവർത്തക, എന്താ പറഞ്ഞ പ്രസംഗിച്ചോർക്കുന്നില്ലേ പൊതുവേദിയിൽ? ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട, അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ, അപകടകരമായ കാര്യങ്ങളാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് സംഘപരിവാർ വളരുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ നമ്മുടെ നാട്ടിലുകാരെ മുഴുവൻ മുടിക്കുന്ന, കൊന്നൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം സംഘപരിവാർ വളർന്നു പോയാലോ, രാജ്യത്തിന്, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തപകടം പറ്റിയാലും കുഴപ്പമില്ല, സംഘപരിവാർ വളരരുത് എന്ന മിനിമം അജണ്ടയുമായി വിരാജിക്കുന്ന ആളുകൾ മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ആദ്യത്തെ 2 ദിവസം മതം ചോദിച്ചാണ് കൊന്നത് എന്നു പറയാൻ മടി വന്നത്. നമ്മുടെ രാമചന്ദ്രൻ എടപ്പള്ളിയില്ലേ, കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു മതം ചോദിച്ചിട്ട് കലീമ ചൊല്ലാൻ പറഞ്ഞു, എന്നിട്ടാണ് വെടിവെച്ച് വന്നത്. അതിനുശേഷം അവിടുത്തെ 2 മുസ്ലിം ചെറുപ്പക്കാർ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് കലീമ ചൊല്ലാൻ പറഞ്ഞെന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് മറ്റത് ഹൈലൈറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജാതിയും മതവും നോക്കാമെന്ന് ശ്രമിക്കും. അത് ഈ കാശ്മീരിലല്ല, കൊച്ചിയിലാണെങ്കിലും ചെയ്യും. അത്രയല്ലേ അവർ ചെയ്തുള്ളൂ. അത് മനുഷ്യത്വപരമായി ലോകത്തെമ്പാടും മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ചെയ്തത്. എന്നാൽ എന്തുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത മലയാള മാധ്യമങ്ങൾ, അശ്വതി നന്ദു സ്ത്രീയുടെ പേരല്ലേ, ഈ അശ്വതി അല്ലെങ്കിൽ രാമചന്ദ്രൻ പെൺകുട്ടി അവരുടെ പറഞ്ഞ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, അത് ചൊല്ലാതെ ഇരുന്നുകൊണ്ടാണ് അച്ഛനെ കൊന്നു എന്നുള്ള ഭാഗം ഹൈലൈറ്റ് ചെയ്തിരുന്ന ഇവിടെയുള്ള ആളുകൾക്ക്, വേറെ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ സൈനിക നടപടി നമ്മൾ ആരംഭിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് കണ്ണുകൾ തുറന്നിട്ടുണ്ട്. ഇരുട്ട് വന്നപ്പോൾ കൂടുതൽ കാഴ്ച ഉണ്ടാകും എന്ന് പറയുന്ന പോലെ നമുക്ക് കൂടുതൽ കാഴ്ച ഉണ്ടാകുന്നു. തുർക്കിയിൽ നിന്ന് വരുന്ന വിമാനത്തിൽ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. ആ സ്ഫോടക വസ്തുക്കൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ഇനി അന്വേഷണത്തിൽ വരികയാണ്. എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ വന്നിട്ടുണ്ടാകും. കാരണം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു അംശം കേരളത്തിൽ ഉറപ്പാണ്. ഇന്ത്യയിൽ എന്ത് കൊള്ളരുതായ്മ നടന്നാലും അതിൻ്റെ ഒരു കണമെങ്കിലും വന്നെത്തുന്ന സ്ഥലം കേരളമാണ്. നമുക്ക് നമ്പർ 1 കേരളം എന്ന് പറയാം. ഏതായാലും ഇത് ഒരു അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ പ്രശ്നമാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി വിശദാംശങ്ങൾ ആർക്ക് വേണ്ടി വന്നു, ആരയച്ചു, എന്തൊക്കെ സ്ഫോടക വസ്തുക്കളാണ് എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.